പെട്ടെന്ന് അങ്ങനെ കരയുന്ന ഒരാളല്ല. പക്ഷെ എന്താണെന്ന് അറിയില്ല, നിങ്ങൾ എന്നെ കരയിച്ചു എന്നുള്ള, എന്നെ കരയിച്ചു, എന്റെ കൂടെ എന്നെ സ്നേഹിക്കുന്ന കുറെ അമ്മമാരെയും സഹോദരന്മാരെയും ഒക്കെ കരയിച്ചു എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര പ്രശ്നമായി പോയി. സിറ്റുവേഷനിൽ വാവ സാധാരണ കരയാറില്ല. അച്ഛൻ മരിച്ചപ്പോൾ മാത്രമാണ് എന്റെ മുന്നിലാണ് കരഞ്ഞത്. പിന്നെ അനിയത്തിയുടെയും ചില കേസുകളിൽ മാത്രമേ അങ്ങനെ പൊതുവെ കരയാറില്ല. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ പുള്ളിയുടെ കയ്യിൽ നിന്ന് കൈവിട്ടുപോയി. ഈ ഓണത്തിന് എനിക്ക് 1000 വീട്ടിലെങ്കിലും കഴിക്കാൻ പോകാൻ വിളിച്ചിട്ടുണ്ട് എന്നെ. എനിക്ക് പറ്റാത്തത് നമ്മളെ കിഷോർജിയെ കൂടെ കുറച്ച് സ്ഥലത്ത് അയക്കാന്ന് വിളിച്ചു. എനിക്ക് ഗ്ലാസ്സിൽ വെള്ളം തന്നതും അല്ലെങ്കിൽ പായസം മാസ്ക് പേപ്പർ കപ്പിൽ തന്നതും ഒരിക്കലും ഒരു അമ്പലപൂജാരിയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു നായർ കമ്പനി ഒരിക്കലും അല്ല. അതിൻ്റെ അടിയിലെ കമന്റ്സ് ആണ്. ഒരിക്കലും അവർ നിങ്ങളൊന്നും പറയരുത്. എനിക്ക് വെള്ളമൊക്കെ കുടിക്കാൻ തന്നതൊക്കെ സാധാരണക്കാരനാണെന്നുള്ളത്, അല്ലാതെ വേറെ ആരുമില്ല. ഹാപ്പിയാണോ തട്ടുകട? പത്മശ്രീ പല സന്ദർഭങ്ങളിലും പടിവാതിൽക്കൽ വന്നിട്ട് പോയ ഒരു സംഭവമാണ്. ചിലർ ചേർന്ന് കള്ള കേസുകൾ ഉണ്ടാക്കും. ഇതിൽ പത്മശ്രീ വരുന്നതിന് എല്ലാ വർഷവും ഒരു 2 മാസം മുമ്പേ ഒരു കേസ് വാവയ്ക്കെതിരെ വരും. അപ്പൊ എനിക്ക് പത്മശ്രീ വേണമെന്ന് എനിക്ക് നിർബന്ധമില്ല. കഴിഞ്ഞ 2022 പത്മശ്രീ പ്രഖ്യാപിച്ച് ഇവരെ ഡൽഹിയിൽ നിന്ന് അവരെ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു, കിഷോർജി അതെനിക്ക് കിട്ടാൻ പോകുന്നില്ല, നിങ്ങൾ എഴുതി വെച്ചോ, 9 മണിയാകുമ്പോൾ എന്റെ പേര് മോണിറ്ററിൽ ഉണ്ടാവില്ല എന്നോ. അതുപോലെ 9 മണിയുടെ മോണിറ്ററിൽ പേരില്ല, 9 മണിയുടെ മോണിറ്ററിൽ പേരില്ലത്. എനിക്ക് ഏറ്റവും വലിയ അംഗീകാരം എന്നെ സ്നേഹിക്കുന്ന കുറെ പാവപ്പെട്ട മനുഷ്യർ, അവർക്ക് വേണ്ടി എന്റെ ജീവൻ വേണമെങ്കിൽ ഞങ്ങൾ അതിന് യാതൊരു സംശയമില്ല. ഒരു സ്ഥലത്ത് നിന്ന് ഒരു 30 മുട്ടയും ഒരു പാമ്പിനെയും കിട്ടി. അപ്പൊ അവർക്ക് ആ ഏരിയയിലുള്ള അസോസിയേഷൻകാർക്ക് എല്ലാം ഭയങ്കര സംഭവമായി, ഭയങ്കര സന്തോഷമായി. അപ്പൊ അത് ഓരോരുത്തരും ഒരു 10,000 രൂപ അത് പുള്ളി വേണ്ടെന്ന് പറഞ്ഞിട്ടും പോക്കറ്റിൽ ഇത് നമ്മുടെ ഇതാണ് എന്ന് പറഞ്ഞിട്ട് വാവയ്ക്കുള്ളതാണ്. നമ്മൾ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ പോയി കാണും. കാത്തു നിന്ന ഒരു അമ്മൂമ്മയ്ക്ക് 5000 രൂപ കൊടുത്തു. ഈ ഫാമിലി ആയിട്ട് കാറിൽ പോകുന്നവര് വാവയെ കണ്ടിട്ട് ഉടനെ ക്രോസ് ചെയ്ത് എന്തെങ്കിലും ഒരു സാധനം ഇവിടെ നിന്ന് വാങ്ങിച്ച് കഴിക്കണം. അതൊരു സ്നേഹമാണ്. വാവ ദാ നിൽക്കുന്നു, അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോവാം. പക്ഷെ ഒരിക്കൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ സ്ഥിരം ഇവിടെ വരും. അതാണ് ഈ തട്ടുകടയുടെ പ്രത്യേകത. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. 6 ദോശ 60. പാസ് എടുത്തത് ഇതല്ലേ, ചിക്കൻ ഫ്രൈ അല്ലേ, 240. ഇനി ഒരു ഇവിടുത്തെ 8 പൊറോട്ട, 8 9. ചേട്ടാ നമസ്കാരം, എന്നെ മനസ്സിലായോ? ഞാൻ കുറച്ച് വഴി കുറച്ച് വീട്ടിലായി പോയി. അതെ അതെ അതെ. നമ്മുടെ അതിഥിയെ നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. 8 പൊറോട്ട എവിടെ. അപ്പൊ എന്തായാലും സന്തോഷം. പക്ഷെ അന്നത്തെ ഇന്റർവ്യൂ എനിക്ക് വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കി. കാരണം എന്നറിയാം, കോള് ഒരു നിവൃത്തിയില്ലാത്ത കോളായിരുന്നു. അത് മാത്രമല്ല, ഇത് എന്താ പറയുക, ഈ വെള്ളം തരാത്ത വിഷയങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ആളുകളെ മൊത്തം തെറി വിളിക്കുകയായിരുന്നു. ആരാണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ ഞാൻ എല്ലാവർക്കും മറുപടി കൊടുത്തു, അങ്ങനെയല്ല, ഇന്നത് പറയണതിൽ ഒരിക്കലും നിങ്ങൾ ജാതിവൽക്കരിക്കരുത്, അങ്ങനെയൊന്നും അല്ല, സാധാരണക്കാരാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ കമന്റ്സ്, അടിയിൽ വന്ന കമന്റ്സുകളൊക്കെ മറ്റുള്ളവരെ ദ്രോഹിക്കരുത്. പിന്നെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി, വിളിച്ചോട്ടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ നമ്മുടെ സംരംഭം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഒരു മൈലേജ് കിട്ടിയോ? മൈലേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മൈലേജ്. ഇപ്പൊ ആളുകളൊക്കെ കരഞ്ഞുകൊണ്ടാണ് അമ്മമാര് വിളിക്കുന്നത്. ഇങ്ങനെ എന്തിനാ കരഞ്ഞെന്ന് വെച്ചിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. കരഞ്ഞുകൊണ്ട് എന്തിനാ കരഞ്ഞെന്ന് പറഞ്ഞിട്ട് കരയുന്ന ആരെങ്കിലും കരയരുത്. ഒരുപാട് ഉപദേശങ്ങളായിരുന്നു അമ്മമാര്, പ്രായമുള്ള അമ്മമാര്. ഒരുപാട് പേര് വീടുകളിലേക്കൊക്കെ ക്ഷണിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ വീഡിയോയുടെ കമന്റുകളുടെ അടിയിൽ തന്നെ. 100, 200, 100 അല്ല, എനിക്ക് വീട്ടിൽ പോയി കഴിക്കാൻ പറ്റാത്ത. ഹായ് മോനെ, അപ്പൊ കഴിക്കാം കേട്ടോ, ഇപ്പൊ തരാം കേട്ടോ. അപ്പൊ ഒരു രക്ഷയില്ലാത്ത പരിപാടിയായിരുന്നു. നമ്മളെ പരിപാടി ഞാൻ സാധാരണ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കരയുന്ന ഒരാളല്ല. പക്ഷെ എന്താണെന്ന് അറിയില്ല, നിങ്ങൾ എന്നെ കരയിച്ചു എന്നുള്ള, എന്നെ കരയിച്ചു, എന്റെ കൂടെ എന്നെ സ്നേഹിക്കുന്ന കുറെ അമ്മമാരെയും സഹോദരന്മാരെയൊക്കെ കരയിച്ചു എന്നുള്ള ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര പ്രശ്നമായി പോയിട്ടോ. എനിക്ക് ഈ ഒരു അടുപ്പിന്റെ അകലമുള്ള കാരണം നമ്മുടെ ഹഗ് നടത്താൻ പറ്റുന്നില്ല. അപ്പൊ ഒരുപാട് സന്തോഷം. ബാബുകൃഷ്ണൻ എന്ന വ്യക്തിത്വത്തിന് പത്മശ്രീ കൊടുക്കണമെന്ന് പറയുന്നവരുണ്ട്. ഓണത്തിനും ക്രിസ്മസിനും വിഷുവിനും ഒക്കെ താങ്കളെ മുഖ്യാതിഥിയായി വീടുകളിലേക്ക് വിളിക്കണമെന്ന് പറയുന്നുണ്ട്. ഉപദ്രവിക്കാതെ തട്ടുകൾ നടത്തി പോകാൻ വേണ്ടി അനുവദിച്ചാൽ മാത്രം മതി, വേറെ ഉപദ്രവിക്കായിരുന്ന മാത്രം മതി. ഇവിടെ ഒരു രക്ഷയില്ലാത്ത സാഹചര്യം ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നു. അപ്പൊ ഒരുപാട് പേര് ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അവരിലേക്ക് ഒന്നും കൂടി ചെന്നോട്ടെ. ധൈര്യമായിട്ടൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. അവർ പറയുന്ന മറുപടി കേട്ടുള്ളൂ, ഒരു പ്രശ്നം. നമുക്ക് ഇവിടെ ഒരുപാട് പേര് തട്ടുകട വിസിറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. നമസ്കാരം.
ഞങ്ങള് മൂവി മീഡിയ എന്നുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിൽ നിന്നാണ്. എങ്ങനെയുണ്ട് വാസുരേഷന്റെ തട്ടുകട? ആ, എങ്ങനെയുണ്ട് ഫുഡ് ടേസ്റ്റ്? അടിപൊളി. എങ്ങനെയുണ്ട് ബ്രോ? ആ, അത്യാവശ്യം നല്ല രീതി തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ റീസെന്റ് ഒരു അഭിമുഖം കണ്ടിരുന്നോ? ഇല്ല കണ്ടിരുന്നില്ല. Okay. എങ്ങനെയുണ്ട് മൊത്തത്തിലുള്ള ആളുകളുടെ ഒരു ജനപങ്കാളിത്തം തട്ടുകടയില്? കുഴപ്പമില്ല, അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അവർ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നുണ്ട് ഫുഡ്. എങ്ങനെയുണ്ട് ചേട്ടാ തട്ടുകടയില്? കഴിക്കാൻ പോയില്ല. വെയിറ്റിംഗ് ആണ്. ഹാപ്പിയാണോ തട്ടുകട? ഹാപ്പി. ഫസ്റ്റ് ടൈം ആണോ? ഓക്കെ താങ്ക് യു. ഇപ്പൊ മൂവി വേൾഡ് മീഡിയയുടെ ഒരു മാധ്യമ യാത്രയിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസത്തിലാണ് നിൽക്കുന്നത്. ഒരു അഭിമുഖമാണ് ചെയ്തത്, പക്ഷെ നമുക്ക് ഒരു മനുഷ്യനെ അടുത്തറിയാൻ സാധിച്ചു, അദ്ദേഹത്തെ ജനങ്ങൾക്കും അടുത്തറിയാൻ സാധിച്ചു എന്നുള്ളതാണ് ആ ഒരു അഭിമുഖത്തിന്റെ വിജയമായി പേഴ്സണലി മൂവി വേൾഡ് മീഡിയ എന്ന മാധ്യമ സ്ഥാപനം കണക്കാക്കുന്നത്. ബാബ സുരേഷ് ഏട്ടന്റെ തട്ടുകടയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. നമസ്കാരം. എങ്ങനെയുണ്ട്? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അടിപൊളി സൂപ്പർ വിശേഷം. അപ്പൊ നമ്മുടെ അന്നത്തെ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് ആൾക്കാർ വിളിച്ചു, ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് കഴിക്കാൻ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ എനിക്ക് തമിഴ്നാട്ടിലുള്ള ഒരാള് അദ്ദേഹം ഗൾഫിൽ ഇരുന്നപ്പോൾ വാങ്ങിച്ച പടിക ഗ്ലാസ് എനിക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട്, എന്റെ അഡ്രസ് കൊടുത്തിട്ടുണ്ട്, തമിഴ്നാട്ടിലാണ് എനിക്ക് അയച്ചിട്ടുണ്ട്, എന്നാളെ ഇവിടെ എത്തും. പിന്നെ ഒരുപാട് പെരുന്നാളിൽ തന്നെ കഴിക്കാൻ അവരോട് വിളിച്ച് വീട്ടിൽ എനിക്ക് പോകാൻ പറ്റില്ല, ഒരിടത്തും പോകാൻ പറ്റില്ല. ഇന്നലെ കാട്ടാക്കടയിൽ ഒരു കുഞ്ഞു മോളുടെ ബർത്ത്ഡേ ആയിരുന്നു, പോകാൻ പറ്റില്ല, എനിക്കൊരു അവാർഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഓണത്തിന് എനിക്ക് 1000 വീട്ടിലെങ്കിലും കഴിക്കാൻ പോകാൻ വിളിച്ചിട്ടുണ്ട് എന്നെ. എനിക്ക് പറ്റാത്തത് നമ്മളെ കിഷോർജിയെ കൂടെ കുറച്ച് സ്ഥലത്ത് അയക്കാന്ന് വിളിച്ചു. അപ്പൊ നമ്മൾ ഷെയർ ഇട്ട് നമ്മൾ പ്രോഗ്രാം എല്ലാവരും ഒരുമിച്ചാണ്. ഒന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടും. നമ്മുടെ ചങ്കാണ്. ചങ്ക് എന്നുള്ള വേറെ ഒന്നുമല്ല, ഞാനൊരു കൊച്ചു സംരംഭം കൗമുദിക്ക് വേണ്ടി നമ്മുടെ സ്നേക് മാസ്റ്റർ എന്ന പ്രോഗ്രാം 1100 എപ്പിസോഡ് പിന്നിട്ട് പോകുന്ന നമ്മുടെ സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസറാണ്. അത് മാത്രമല്ല ഈ വർഷത്തെ ഏറ്റവും നല്ല സംസ്ഥാന അവാർഡും പുള്ളിക്കാണ്. അതായത് നല്ല എന്താ പറയുക, ഒരു സീരിയലിന്റെ അല്ലെ സീരിയലിന്റെ സംസ്ഥാന അവാർഡ് വരെ പുള്ളിക്കാണ്. അപ്പോൾ ഞങ്ങൾ നല്ല അന്ന് തൊട്ട് ഇന്ന് വരെ ഒരുമിച്ചുള്ള ഞങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം ആ പ്രോഗ്രാമിൽ ബാക്കി ക്രൂ ഒക്കെ മാറി വരും. തുടക്കം മുതൽ ഇന്ന് വരെ 1100 എപ്പിസോഡായി ഞങ്ങൾ മാത്രമേ എന്നും ഉള്ളത്, എന്നും കാണുന്ന മുഖം ഇതാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ചങ്ക് അത്യാവശ്യം എനിക്ക് എന്തെങ്കിലും കടി കിട്ടിയാൽ പോലും ആരും അറിയാതെ സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കൊരു കടി കിട്ടി ഞാൻ വിളിച്ചു, കിഷോർജി ചെറിയൊരു അബദ്ധം പറ്റിയിട്ട് ഞാൻ ഹോസ്പിറ്റലാണെന്ന് പറയുമ്പോൾ ആരും അറിയാതെ കൗമുദി പോലും അറിയിക്കാതെ വന്ന് കാവലിരിക്കുന്ന കൂട്ടിരിക്കുന്ന ഇദ്ദേഹം. ഇപ്പൊ എനിക്ക് ആത്മാർത്ഥമുള്ള സുഹൃത്തുക്കൾ ഇവരെ പോലെ 5-6 മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്റെ കൂടെ നിന്നിട്ട് എന്റെ കാലിനടിയിലെ മണ്ണ് മാറ്റാൻ നിന്നവരാണ്. അവരെല്ലാം ഒലിച്ചു പോയി. ഞാൻ ഒലിച്ചു പോകുന്നതിന് ഞാൻ നേരെ മനസ്സിലാക്കി ഇപ്പൊ ഇവരെ പോലെ കുറച്ചുപേര് മാത്രം ആത്മാർത്ഥമുള്ളത്. എന്നാലും വളരെ സന്തോഷം. നിങ്ങൾ ആ വീഡിയോ ചെയ്തതിൽ എനിക്കല്ല വിഷമം, എന്നെ സ്നേഹിക്കുന്നവരെ കരയിപ്പിച്ചു കളഞ്ഞെന്നുള്ളത് ഭയങ്കര പ്രശ്നമായി. സൂപ്പറായിരുന്നു കേട്ടോ, അത് അടിപൊളി. എന്തായിരുന്നു ആ വീഡിയോ? നമ്മുടെ അഭിമുഖം കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ഇമോഷൻ, ഇദ്ദേഹമായിട്ടുള്ള ബന്ധം ഒന്ന് വിശദീകരിക്കും. ആക്ച്വലി ആ സംഭവം എനിക്ക് മുമ്പേ അറിയാം. സ്നേക് മാസ്റ്ററിലൂടെയും ഇത് പറഞ്ഞിട്ടുണ്ട്. സ്നേക് മാസ്റ്ററിലൂടെയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് എന്ന് പറഞ്ഞ ആ സമയത്തുള്ള ഒരു സിറ്റുവേഷനിൽ ബാബ സാധാരണ കരയാറില്ല. അച്ഛൻ മരിച്ചപ്പോ മാത്രമാണ് എന്റെ മുന്നിലാണ് കരഞ്ഞത്. പുറത്ത് കരഞ്ഞിട്ടില്ല, അത് പുള്ളിക്കും അറിയാം. അച്ഛൻ മരിച്ചപ്പോൾ മാത്രമാണ് എൻ്റെ അടുത്ത് രഹസ്യമായി വന്ന് കരഞ്ഞത്. പിന്നെ അനിയത്തിയുടെയും ചില കേസുകളിൽ മാത്രമേ അങ്ങനെ പൊതുവെ കരയാറില്ല. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ പുള്ളിയുടെ കയ്യിൽ നിന്ന് കൈവിട്ടുപോയി. അതാണ് അത് നമ്മൾ സംസാരിച്ചത് മുമ്പ് പല വേദികളിലും അത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയി. ശ്രദ്ധിച്ചത് ഇപ്പോഴാണ്. കേരളത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഞാൻ അഴകപ്പൻ സാർ, ക്യാമറമാൻ അഴകപ്പൻ സാറുടെ വീട്ടിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് തോന്നിയത് ഇദ്ദേഹത്തിനാണല്ലോ കേരളത്തിൽ പത്മശ്രീ കൊടുക്കേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ ആളുകൾ ഒരാളുടെ വലിപ്പം തിരിച്ചറിയാന്ന് പറയുന്നത് വലിയ നേട്ടമല്ലേ? പത്മശ്രീ പല സന്ദർഭങ്ങളിലും പടിവാതിൽക്കൽ വന്നിട്ട് പോയ ഒരു സംഭവമാണ് പത്മശ്രീ. അത് കേരളത്തിലുള്ള പല നേതാക്കൾക്കും അറിയാം, പ്രമുഖർക്ക് എല്ലാവർക്കും അറിയാം. ഒരു സമയം അടുത്ത് വന്നിട്ട് പോയതാണ്. ആ സമയത്ത് ചിലര് ചേർന്ന് കള്ള കേസുകൾ ഉണ്ടാക്കും. ഇതിൽ പത്മശ്രീ വരുന്നതിന് എല്ലാ വർഷവും ഒരു 2 മാസം മുമ്പേ ഒരു കേസ് വാവയ്ക്കെതിരെ വരും. വനംവകുപ്പിന്റെ പാമ്പിനെ കൈകൊണ്ട് തൊട്ടു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു രീതിയിൽ എല്ലാ വർഷവും വരും. അപ്പൊ നമുക്കറിയാം, കേസ് വരുമ്പോ അറിയാം ഈ പ്രാവശ്യം പത്മശ്രീ ഇല്ല. അത് മെനക്കെട്ടൊരു ടീം ഉണ്ടെന്നുള്ളത്. വേറൊരു പ്രശ്നം, ഇതിപ്പോ ലോബിയാണ്. നമുക്കറിയാലോ, നമ്മുടെ വനം വകുപ്പിൽ എന്ന് വെച്ചാൽ ഇപ്പൊ ഭയങ്കര ലോബിയാണ്. അത് ഒരു ടീമായിട്ട് എല്ലാവരും അല്ല, വളരെ കുറച്ച് അപൂർവം വരും. പക്ഷെ അതിൽ പ്രത്യേകിച്ചുള്ള വെച്ചാൽ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ നമ്മള് വനം വകുപ്പിന്റെ പാമ്പിനെ പിടിക്കുന്ന ട്രെയിനിങ് കൊടുക്കുന്നവർക്ക് ഒരു അപേക്ഷാ ഫോമിൽ കൊടുക്കുന്നത് ഒരു കേസ് ഒന്നും ഉണ്ടാവാൻ പാടില്ലെന്ന്. സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒരു വനിത പാമ്പിനെ പിടിക്കും, പറയാൻ പാടില്ല. എന്നാലും ഞാൻ പറയാം, എന്റെ സുഹൃത്താണ് പുള്ളിക്കാരി വനംവകുപ്പിന്റെ 5 കേസുണ്ട്. 5 കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ പാവപ്പെട്ട വേറെ ആരെങ്കിലും പിടിക്കണേ അവരെ പേരിൽ കേസ് എടുക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക, ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതിനൊക്കെ ഞാൻ എതിരാണ്. അത് ഞാൻ എതിർക്കുന്നു. അപ്പൊ എനിക്ക് പത്മശ്രീ വേണമെന്ന് എനിക്ക് നിർബന്ധമില്ല. കഴിഞ്ഞ 2022 പത്മശ്രീ പ്രഖ്യാപിച്ച് ഇവരെ ഡൽഹിയിൽ നിന്ന് ഇവരെ വിളിച്ചു പറഞ്ഞു,
എന്നെ വിളിച്ചു പറഞ്ഞു ഇവരെ വിളിച്ചു. അങ്ങനെ ഇവർ ക്യാമറ ആയിട്ടൊക്കെ ഒന്ന് റൂമിൽ കിടന്ന് ഞാൻ പറഞ്ഞു കിഷോർജി അതെനിക്ക് കിട്ടാൻ പോകുന്നില്ല, നിങ്ങൾ എഴുതി വെച്ചോ, 9 മണിയാകുമ്പോൾ എൻ്റെ പേര് മോണിറ്ററിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതുപോലെ 9 മണിയുടെ മോണിറ്ററിൽ പേരില്ല, 9 മണിയുടെ മോണിറ്ററിൽ പേരില്ലാതെ. അതിലൊന്നും ഒരു പ്രശ്നമില്ല. നമ്മൾക്ക് ഏറ്റവും വലിയ അംഗീകാരം ഒരു പത്മശ്രീ ഒരു ദേശീയ പുരസ്കാരമോ ഒന്നുമല്ല. എനിക്ക് ഏറ്റവും വലിയ അംഗീകാരം എന്നെ സ്നേഹിക്കുന്ന കുറെ പാവപ്പെട്ട മനുഷ്യർ, അവർക്ക് വേണ്ടി എൻ്റെ ജീവൻ വേണമെങ്കിൽ ഞങ്ങൾ അതിന് യാതൊരു സംശയമില്ല. അല്ല ഞാനേ ഈ വീഡിയോ ഇറങ്ങിയ ശേഷം അടിയിൽ കമന്റ്സിൽ ഒരുപാട് പേര് ഞങ്ങൾ സഹായിക്കാം സുരേഷ് ജിയെ, ഞങ്ങളൊരു ഫണ്ട് സമാഹരിച്ചു തന്നാൽ ഒരു ഗൂഗിൾ പേ നമ്പർ ഒന്ന് പറഞ്ഞു തരും. എന്റെ കയ്യിൽ നമ്പർ ഉണ്ട്, എനിക്കിത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ കുറെ പേര് അങ്ങനെ സഹായം, കടങ്ങളെല്ലാം ഞങ്ങൾ വീട്ടിൽ തരും, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കും. അപ്പൊ സുരേഷ് ഏട്ടന്റെ ഒരു മനസ്സമാധാനം കാണാൻ ആഗ്രഹിക്കാൻ ഒരു കേരളത്തിലെ മുഴുവൻ ജനതയും ഉണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലായത്. അല്ല, അതിന്റെ ഒരു വലിയ കാര്യം എന്താന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഒരു 10-12 വർഷമായി കൂടെ നടക്കും. അപ്പോ ആദ്യമൊക്കെ എനിക്ക് പുള്ളി അത്ര അറിയത്തില്ല. പക്ഷെ കാലക്രമേണ പല സിറ്റുവേഷനിലും ഈ പൈസകൾ കൊടുക്കുന്നതും കാര്യങ്ങളും എല്ലാം അറിയാം. ഞാൻ തന്നെ പലപ്പോഴും വഴക്ക് പറയാറുണ്ട്, ശകാരിച്ചിട്ടുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞാൽ കടി കൊണ്ട് കിടക്കുന്ന സമയത്ത് കയ്യിൽ 5 പൈസ കാണത്തില്ല. അപ്പൊ പലരും ആ സമയത്ത് കാണും. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു പ്രായമായി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോ ആരെങ്കിലും ഒരാൾ തുണ എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ആള് കാണത്തുള്ളൂ. എപ്പോഴും എല്ലാവരും കാണണമെന്നില്ല. അപ്പൊ ഞാൻ ഇത് പലപ്പോഴും പറയും. ഇപ്പൊ നമ്മൾ ഒരു വീട്ടിൽ പോകുന്നു, ദൂരെ ഇവിടെ നിന്ന് പത്തനംതിട്ട വരെ പോയി ഓടി കാറും പിടിച്ച് പോയാ അവിടെ ചിലപ്പോൾ അതൊരു കുടിലാണെങ്കിൽ പുള്ളി പൈസ അവര് 100 രൂപയോ 200 രൂപയായിരിക്കും അയ്യോ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ പുള്ളി വാങ്ങിക്കാറില്ല. പക്ഷെ അതേ നേരെ മറിച്ച് ചിലവര് നല്ല സഹായങ്ങൾ ചെയ്തു കൊടുക്കും. പക്ഷെ ഇപ്പൊ തന്നെ ഒരു മാസത്തിൽ ഒരു 2 ആഴ്ചയായി കാണും എന്റെ സ്നേക് മാസ്റ്റർ ഷൂട്ട് നടക്കുമ്പോൾ ഒരു സ്ഥലത്തുനിന്ന് ഒരു 30 മുട്ടയും ഒരു പാമ്പിനെയും കിട്ടി. അപ്പൊ അവർക്ക് ആ ഏരിയയിലുള്ള അസോസിയേഷൻകാർക്ക് എല്ലാം ഭയങ്കര സംഭവമായി, ഭയങ്കര സന്തോഷമായി. അപ്പൊ അത് ഓരോരുത്തരും ഒരു 10,000 രൂപ അത് പുള്ളി വേണ്ടെന്ന് പറഞ്ഞിട്ടും പോക്കറ്റില് ഇത് നമ്മുടെ ഇതാണ് എന്ന് പറഞ്ഞിട്ട് വാവയ്ക്കുള്ളതാണ്. നമ്മൾ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ പോയി കാണും. കാത്തു നിന്ന ഒരു അമ്മൂമ്മയ്ക്ക് 5,000 രൂപ കൊടുത്തു. അപ്പൊ ഞാൻ അമ്മൂമ്മയ്ക്ക് കൊടുത്തതിൽ ഇതല്ല. പക്ഷെ ഞാൻ അപ്പോഴും പറഞ്ഞു, ആ ദിവസം കയ്യിൽ പൈസ ഇല്ലെന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടേ ഉള്ളൂ. തലേ ദിവസം പൈസ ഇല്ല, എന്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇടണേ എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞ മനസ്സിലായോ? കൈ നോക്കാതെ ചെയ്യുന്നു. ഈ തട്ടുകടയുടെ പരിപാടി എങ്ങനെ പോകുന്നു? ഞാൻ എന്റെ ഒരു മനസ്സിലുണ്ടായിരുന്ന ആശയമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനും കിഷോർജി ആദ്യം പ്ലാൻ ചെയ്ത കേസാണ്. അപ്പോൾ എന്റെ മറ്റു സുഹൃത്തുക്കൾ 3-4 ഞാനിത് പറഞ്ഞത്. അവരിൽ പെട്ടെന്ന് ഫണ്ടുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഉടനെ ചെയ്യാന്ന് പറഞ്ഞു. ശനിയാഴ്ച തീരുമാനിക്കുന്നു. ശനിയാഴ്ച തന്നെ ഒരു സാധനങ്ങൾ വാങ്ങുന്നു. ഏകദേശം നല്ലൊരു എമൗണ്ട് അതിനുവേണ്ടിയായി. അപ്പോൾ ഞങ്ങൾ 4 പേരായിട്ട് ചേർന്ന് പാർട്ട്ണർഷിപ്പായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഓളിനോളായിട്ട് ഞാൻ എല്ലാ എന്തൊരു കുറവ് വന്നാലും ഞാനത് നികത്തി പോകുന്നു. ഈ അഭിമുഖത്തിന് തുടർന്നുകൊണ്ട് ഒരു ജാതീയമായ പ്രശ്നമായിട്ടൊക്കെ ആളുകൾ വലിയൊരു പ്രശ്നമായിട്ടൊക്കെ ഒരു സാംസ്കാരിക പിന്നോക്കം പോയ ഒരു അവസ്ഥയാണെന്നുള്ള രീതിയിലൊക്കെ പ്രതികരിക്കുന്നുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മളിപ്പോൾ മറുപടി കൊടുക്കേണ്ടതുണ്ട്. ഇതിൽ കൂടെ നമ്മൾ മറുപടി കൊടുക്കണം. കാരണം ഒരിക്കലും എനിക്ക് ഗ്ലാസ്സിൽ വെള്ളം തന്നതും അല്ലെങ്കിൽ പായസം മാസ്ക് പേപ്പർ കപ്പിൽ തന്നതും ഒരിക്കലും ഒരു അമ്പല പൂജാരിയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു നായർ കമ്പനി ഒരിക്കലും അല്ല. അതിൻ്റെ അടിയിലെ കമന്റ്സ് ആണ്. ഒരിക്കലും അവർ നിങ്ങളൊന്നും പറയരുത്. എനിക്ക് വെള്ളമൊക്കെ കുടിക്കാൻ തന്നതൊക്കെ സാധാരണക്കാരനാണെന്നുള്ള, അല്ലാതെ വേറെ ആരുമില്ല, സാധാരണക്കാരാണ്. അവരൊരിക്കലും നിങ്ങളിൽ ജാതി വലിച്ചടിക്കരുത്. എനിക്ക് ജാതിയില്ല. കാരണം എനിക്ക് എൻ്റെ കിഷോർജിക്കൊന്നും ജാതിയില്ല. ഞങ്ങൾ ജാതിയില്ലാത്തൊരു ആളിനെയാണ് ചെയ്യുന്നത്. പാമ്പുകൾക്ക് മാത്രമാണ് ലോകത്തിൽ ഗുരുദേവന്റെ ആശയമുള്ളത്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് ലോകത്തിൽ പാമ്പുകൾ മാത്രമേ ഉള്ളൂ. അവർക്ക് മാത്രമേ ഉള്ളൂ എല്ലാവരെയും എക്സ്ട്രാ നെഗറ്റീവായി ഷാഡായി നേരിട്ട് മാത്രം കാണാൻ കഴിയും. അതുകൊണ്ട് ഒരിക്കലും ജാതി വർഗീയത അതിൽ കൊണ്ടുവരരുത്. അതിൽ ജാതിയില്ല, രാഷ്ട്രീയമില്ല, മതമില്ല. അതിൽ ചില ആൾക്കാരുടെ മനസ്സിലുണ്ടാകുന്ന ഇരുട്ട് മാത്രമാണ് ആ ചിന്തയിൽ അങ്ങനെ വന്നത്. ഇപ്പൊ ഇന്നലെ പോലും എനിക്ക് കൈ കഴുകാൻ സോപ്പ് വന്നിട്ട് സോപ്പ് തിരിച്ചു വാങ്ങിക്കേണ്ട അപ്പുറത്തെ പറമ്പിൽ കളയാൻ പറഞ്ഞ ആൾ വരെ ഉണ്ട്. അപ്പൊ അതൊന്നും ഒരു സംരംഭമായിട്ട് കാണണ്ട. ആരെയും അതിന്റെ ഇടയ്ക്ക് ഒരു മോശം കമന്റ് ഇടരുത്. ആരെയും അച്ഛനെയും അമ്മയും വിളിക്കരുത്. അങ്ങനെ അവർക്ക് ആരെങ്കിലും അച്ഛനമ്മയും വിളിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ അച്ഛനമ്മയും വിളിക്കുന്നത് എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നുള്ളതാണ്. വേറെ ആരെയും പറയാതിരിക്കുക, അവരെ വിഷമിപ്പിക്കാതിരിക്കുക. അവർ നന്നായിട്ട് പോട്ടെ. അപ്പൊ എന്തൊക്കെയാ ഇപ്പൊ തട്ടുകടയിലെ സ്പെഷ്യലുകൾ? തട്ടുകടയിലെ സ്പെഷ്യൽ ഞങ്ങൾ ഗ്യാസ് ആണ്. ഇപ്പൊ ഏറ്റവും വലിയ സ്പെഷ്യൽ ഗ്യാസ് ആണ്. നമുക്ക് ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ ഇന്ന് 2 ആഴ്ച 2 കൊണ്ട് ഗ്യാസ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അവിടെ 3 ആഴ്ചകൾ തുടങ്ങിയിട്ട് നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്നതാണ്. ഇപ്പൊ ഇന്നലെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇന്നിപ്പോ ഞങ്ങൾക്ക് എല്ലാ ഐറ്റമൊന്നും ഇല്ല. ഇന്നിപ്പോ നമുക്ക് കാടമുട്ട ഫ്രൈയും അതുപോലെ നമുക്ക് ചിക്കൻ ഫ്രൈയും ചിക്കൻ പെരട്ടും പൊറോട്ടയും ദോശയും ഒക്കെ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊന്നും നമ്മൾ പിന്നെ രസവട, പപ്പടം, ചമ്മന്തി, സാമ്പാർ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ കാടക്കോഴി ഫ്രൈ ഉണ്ടായിരുന്നു, മീൻ ഉണ്ടായിരുന്നു, കപ്പ ഉണ്ടായിരുന്നു. ഇതൊന്നും നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ല. ഗ്യാസിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് നമ്മളെല്ലാം കുറച്ച് ഐറ്റംസ് ഉണ്ട്. പക്ഷെ എല്ലാം തീരാറായി. സാധാരണ 6 മണി തൊട്ട് 1 മണി വരെ പറഞ്ഞു. 1 മണി ആവില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂടെ കഴിയുമ്പോൾ എല്ലാം കഴിയും. ഓംലെറ്റ് ഒക്കെ ഉണ്ട് നമുക്ക്. നിങ്ങൾക്ക് എന്തായാലും നമ്മൾ എല്ലാം മിതമായിട്ട് വിലക്കാണ് കൊടുക്കണം. നിങ്ങൾ എല്ലാവരും കഴിക്കണം. കഴിച്ചിട്ട് പൈസ തന്നെ പോകാം കേട്ടോ.
പിന്നെ എന്തായാലും എല്ലാ മീഡിയക്കാരും ബാബുചേട്ടന്റെ ഈ തട്ടുകടയെ നല്ലതായിട്ട് പ്രൊമോട്ട് ചെയ്ത് നല്ല സപ്പോർട്ട് ചെയ്ത്. കാരണം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഈ ഫാമിലി ആയിട്ട് കാറിൽ പോകുന്നവര് ബാവയെ കണ്ടിട്ട് ഉടനെ ക്രോസ് ചെയ്ത് എന്തെങ്കിലും ഒരു സാധനം ഇവിടെ നിന്ന് വാങ്ങിച്ച് കഴിക്കണം. അതൊരു സ്നേഹമാണ്. ബാവ ദാ നിൽക്കുന്നു, അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോവാം. പക്ഷെ ഒരിക്കൽ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ സ്ഥിരം ഇവിടെ വരും. അതാണ് ഈ തട്ടുകടയുടെ പ്രത്യേകത. അങ്ങനെ സംഭവിക്കട്ടെ. ആളുകൾ കൂടുതൽ ബാബുചേട്ടനെ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ വലിയ ചാരിതാർത്ഥ്യമുണ്ട് ഞങ്ങളുടെ മാധ്യമ സ്ഥാപനത്തിന്. അപ്പോ എനിക്കറിയില്ലായിരുന്നു ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കെട്ടിപ്പിടിക്കുന്നതിന് ഇത്രയും വാല്യൂ ഉണ്ടെന്നൊക്കെ. അത് ബാബുചേട്ടനെ കെട്ടിപ്പിടിച്ചപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. അപ്പൊ ഒരുപാട് സന്തോഷം. ഇനിയും വലിയ വലിയ ഉയരങ്ങളിലേക്ക് നേരത്തെ പറഞ്ഞ പത്മശ്രീ ഒക്കെ കിട്ടട്ടെ. അപ്പൊ ഒരുപാട് നന്ദി. താങ്ക് യു. ആയുർവേദ മർമ്മ ചികിത്സയുടെ അവസാന വാക്ക്. ഓർത്തോ ന്യൂറോ രോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പാരമ്പര്യം. എടമനശ്ശേരി സ്പൈൻ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്, കോയമ്പത്തൂർ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.